പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ്സ് മൈൻഡ് മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഈ 2024 കടന്നു വരുമ്പോഴും ചില ഭാരങ്ങളോടെ, പ്രയാസങ്ങളോടെയാണോ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്? 2023 അതേ അനുഭവത്തോടെയാണോ നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? പല പ്രാവശ്യവും പല വിഷയങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ ഭയങ്കരമായ ഭയമാണ് ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തെ നോക്കണ്ട. പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നാം ആ വിഷയത്തെ കാണുമ്പോൾ നമുക്കത് വലുതായി തോന്നുകയാണ്. നമുക്ക് അത് സോൾവ് ചെയ്യുവാൻ കഴിയുന്നില്ലെന്ന് നാം വിശ്വസിക്കുകയാണ്. അതെ, ഈ മാനുഷിക കണ്ണുകൊണ്ട് അതിന് അസാധ്യമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ യോശുവയും കാലേബും എന്ന 2 വ്യക്തികൾ ദേശത്തെ ഒറ്റുനോക്കുവാൻ പോകുമ്പോൾ അവിടെ അവർ കാണുന്നത് അവരുടെ കണ്ണുകൊണ്ടല്ല, മറിച്ച് അവർ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുകയാണ്. അവരുടെ കൂടെ പോയ 10 പേരും കണ്ടത് അവരുടെ മാനുഷിക കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ അവർക്ക് തോന്നി അവർ ഒരു വെട്ടുക്കിളിയെ പോലെ തോന്നിയെന്ന്. സ്തോത്രം. അതെ, പ്രശ്നത്തിന് നടുവിൽ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അതിനെ അതിജീവിക്കുവാൻ കഴിയില്ലെന്ന് വരാം. എന്നാൽ യോശുവയും കാലേബും ചെയ്തതുപോലെ ദൈവിക കണ്ണുകൊണ്ട്, എന്നെ കൊണ്ടല്ല, ഇത് ദൈവത്തിലൂടെ കാണുമ്പോൾ അത് എത്ര വലിയ വിഷയമാണെങ്കിലും അത് നിഷ്പ്രയാസമായി തോന്നും. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന ദിവസത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണണ്ട, നിങ്ങൾ ദൈവിക കണ്ണുകൊണ്ട് കണ്ടാൽ മതി. നമ്മുടെ കർത്താവിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ എത്ര വലിയ പ്രതികൂലങ്ങളും അത് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. പലപ്പോഴും ആ വിഷയത്തിന്റെ ഭാരത്തിന്റെ ആധിക്യത്താൽ പലരും ഇന്ന് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മരണം ഒരു സൊല്യൂഷൻ അല്ല. നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ദൈവിക കണ്ണുകൊണ്ട് കണ്ടു നോക്കി, നിങ്ങൾക്കതെല്ലാം ചെറുതായി തോന്നും. നിങ്ങൾക്കതെല്ലാം സിമ്പിളായിട്ട് തോന്നും. നിങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതാ വചനത്തിൽ പറയുന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ ആ വിഷയത്തെ സമർപ്പിക്കുമ്പോൾ തന്നെ ആ ദൈവിക കണ്ണിലൂടെ നിങ്ങൾ പിന്നീട് ആ വിഷയത്തെ നോക്കിയേ ആ വിഷയം നിങ്ങൾക്കൊരു ചെറുതായി തോന്നും. ആ വിഷയത്തെ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യുവാൻ, അതിനെ ജയിക്കുവാനുള്ള ജ്ഞാനത്തെ കർത്താവ് നിങ്ങൾക്ക് തരും. അത് നിങ്ങളുടെ വിഷയമല്ല, അത് കർത്താവിന്റെ വിഷയമാക്കി മാറ്റുക. ഇന്നും നിങ്ങളുടെ വിഷയമാക്കി അതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. നിങ്ങളുടെ വിഷയമാക്കണ്ട. അത് നിങ്ങളെക്കാൾ ശക്തനായ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, ഏത് സാഹചര്യത്തിലും മറുപടി തരുവാൻ കഴിയുന്ന കർത്താവിന്റെ വിഷയമാക്കി അതൊന്ന് മാറ്റിയേ. എന്നാൽ നിങ്ങളെ ആ വിഷയത്തിനുള്ള മറുപടി ലഭിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.